إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാനമുള്ള സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികളെ, സർവലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകളും കൽപ്പനാ നിർദ്ദേശങ്ങളും ജീവിതത്തിൽ അഖിലവും സദാ സത്യസന്ധമായി പാലിക്കുകയും പുലർത്തുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് മുറുകെ പിടിച്ച് ശരിയായ ഈമാനും ഇഖ്ലാസും തഖ്വയും ഉൾക്കൊണ്ട് അള്ളാഹുവിന്റെ ഏറ്റവും നല്ല അടിമകളായി ജീവിതം നയിക്കുകയും അന്തിമമായി അള്ളാഹുവിന്റെ ഇഷ്ടവും തൃപ്തിയും നേടിയവരായി മരണപ്പെട്ടു പോവുകയും ചെയ്യുന്നതിനു വേണ്ടി ജീവിതത്തിൽ അങ്ങേയറ്റം ശ്രദ്ധയും സൂക്ഷ്മതയും ഉൾക്കൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ എല്ലാ സഹോദരി സഹോദരന്മാരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഒരാൾ അയാളുടെ ശരിയായ ഈമാനിൽ നിന്ന് അഥവാ ഷഹാദത്തിൽ നിന്നും വ്യതിചരിച്ചു പോകുവാനും സത്യനിഷേധിയോ കാഫറോ ആയിപ്പോവുകയും ചെയ്യാൻ കാരണമായി തീരുന്ന സംഗതികളെ സംബന്ധിച്ചാണ് നമ്മൾ വിവരിച്ചു വരുന്നത്. ആ ഗണത്തിൽപ്പെട്ട ഒരു കാര്യത്തെ സംബന്ധിച്ചാണ് ഇന്നത്തെ ഖുതുബയിലൂടെ പറയണമെന്ന് ഉദ്ദേശിക്കുന്നത്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ അത്ഭുതകരമായ കാര്യങ്ങൾ കണ്ടാൽ അതിൽ ആശ്ചര്യം കൂറാത്തവരായ ആളുകൾ ഉണ്ടാവുകയില്ല. എന്നാൽ മനുഷ്യന്മാരിലൂടെ വെളിപ്പെട്ട് കാണുന്ന അല്ലെങ്കിൽ ഉണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്ന അത്ഭുതകരമായ കാര്യങ്ങളുടെ പേരിൽ ഈമാൻ നഷ്ടപ്പെടുന്നവരായ ആളുകളാണ് ലോകത്തിലെ മഹാഭൂരിപക്ഷം മനുഷ്യന്മാരും. അതുകൊണ്ട് തന്നെ മനുഷ്യരിലൂടെ ഉണ്ടാകാൻ സാധ്യതയില്ല അല്ലെങ്കിൽ ഉണ്ടായേക്കാവുന്ന അത്ഭുതങ്ങളുടെ കാര്യത്തിൽ, ആശ്ചര്യകരമായ കാര്യങ്ങളുടെ വിഷയത്തിൽ നമ്മൾ അങ്ങേയറ്റം ജാഗ്രതയോടുകൂടി വേണം കാര്യങ്ങളെ മനസ്സിലാക്കാൻ. പൊതുവെ മനുഷ്യന്മാരിൽ ഉണ്ടാകുന്ന അത്ഭുതകരമായ കാര്യങ്ങൾ രണ്ട് ഇനമാണ്. ഒന്ന് സാധാരണയിൽ അസാധാരണമായ കാര്യങ്ങൾ, മറ്റത് തീർത്തും അസാധാരണമായ കാര്യങ്ങൾ. ഇങ്ങനെ രണ്ടു തരം കാര്യങ്ങളാണ്. സാധാരണയിൽ അസാധാരണമായ കാര്യമെന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. നമ്മളൊക്കെ സാധാരണ കണക്ക് കൂട്ടുന്നവരാണ്. കണക്ക് കൂട്ടാൻ അതിൻ്റെതായ ചില രീതികളുണ്ട്. അങ്ങനെയാണ് കണക്കിന്റെ ഉത്തരം നമ്മൾക്ക് കിട്ടുന്നത്. എഴുതി കൂട്ടുന്നു, അതല്ലെങ്കിൽ യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കണക്ക് കൂട്ടുന്നു. നമ്മൾ അതൊരു സാധാരണ സംഭവമാണ്. കണക്ക് കൂട്ടാന്നുള്ളൊരു സാധാരണ സംഭവമാണ്. എന്നാൽ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ചില അപൂർവമായ ആളുകളുണ്ട്. അവർക്ക് കണക്ക് കൂട്ടാൻ യന്ത്രങ്ങൾ ആവശ്യമില്ല, എഴുതിക്കൂട്ടേണ്ടതില്ല. കമ്പ്യൂട്ടറിനേക്കാളും വേഗത്തിൽ കണക്ക് കൂട്ടുന്നവരായ ചില ആളുകളെ കാണാം. അതൊരു അമാനുഷികമായ സിദ്ധിയല്ല, അത് സാധാരണയിൽ അസാധാരണമായ ചില കാര്യങ്ങളാണ്. അത് ആരിലൂടെയും സംഭവിക്കാം, ഏത് മനുഷ്യനിലൂടെയും സംഭവിക്കാം. മുസ്ലിമിലൂടെ സംഭവിക്കാം, കാഫറിലൂടെ സംഭവിക്കാം, നിഷേധിയിലൂടെ സംഭവിക്കാം, ആരിലൂടെയും സംഭവിക്കാം.
വേറെ ചില മനുഷ്യന്മാരെ നമുക്ക് കാണാം, ഒരാളെ നിർത്തിക്കൊടുത്താൽ അല്ലെങ്കിൽ ആളുടെ രൂപഭാവങ്ങൾ പറഞ്ഞു കൊടുത്താൽ അത് അയാളുടെ കമ്പ്യൂട്ടറിൽ നേരെ പതിയുകയും അത് അയാൾ അതേപോലെ വരയ്ക്കുകയും അയാളുടെ രൂപഭാവ ഹാവാദികളെ മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് വരച്ചു കാണിക്കുകയും ചെയ്യുന്ന ചില മനുഷ്യന്മാരെ കാണാം. അത് സാധാരണയിൽ അസാധാരണമായ ഒരു സംഭവമാണ്. അങ്ങനെ മനുഷ്യന്മാരുടെ കഴിവിന്റെ വ്യത്യാസങ്ങൾക്കനുസരിച്ച് ഇങ്ങനെയുള്ള അത്ഭുതകരമായ സിദ്ധികൾ മനുഷ്യന്മാരിലുണ്ടാകാം. ഇനി വേറെ ചില സംഗതികളുണ്ട്. എന്താണ്? തീർത്തും അസാധാരണമായി മനുഷ്യനിലൂടെ സാധാരണഗതിയിൽ നടക്കാത്ത കാര്യങ്ങൾ, മനുഷ്യനിലൂടെ സാധാരണഗതിയിൽ നടക്കാത്ത ചില അത്ഭുതകരമായ കാര്യങ്ങൾ ഉണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരാളിൽ ഉണ്ട് എന്ന് ധരിക്കപ്പെടുകയോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരാൾ കാണിക്കുകയോ ചെയ്താൽ അത്തരം ആളുകളെ പൊതുവെ മനുഷ്യ സമൂഹത്തിൽ വിവിധ മതസമൂഹങ്ങളിലൊക്കെ തന്നെ അയാളൊരു സിദ്ധനാണെന്ന് വിധിക്കും. അയാളൊരു സിദ്ധനാണ്, അയാളെന്തോ ദിവ്യമായ വെളിപാടോ കഴിവോ ഉള്ള ആളാണെന്ന് വിചാരിക്കും. സിദ്ധന്മാര് എന്നാണ് അതിനെപ്പറ്റി പറയാം. അത് മുസ്ലിം ഉമ്മത്തിലേക്ക് വന്നു കഴിഞ്ഞാലോ ചില പ്രത്യേക കോലത്തിൽ നടക്കുന്ന വലിയ ഔലിയാവ് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ചില ആളുകൾ അവരിൽ ഇങ്ങനെ അത്ഭുതകരമായ സിദ്ധിയുണ്ടെന്ന് വിശ്വസിക്കുകയും അവര് അള്ളാഹുവിനെ കാണുന്നത് പോലെ അല്ലെങ്കിൽ അള്ളാഹിന്റെ അടുക്കലേക്ക് ഒരാള് സമീപിക്കുന്നത് പോലെ അത്തരം സിദ്ധന്മാരിലും വലിയകളാണ് എന്ന് വിചാരിക്കുന്നവരിലേക്ക് സമീപിക്കുന്നവരായ ആളുകളെ നമുക്ക് കാണാം. അത് ഏറ്റവും വലിയ ഫിത്തനയാണ്. അത് അത്ഭുതകരമായ കാര്യങ്ങൾ കൊണ്ട് മനുഷ്യൻ ഫിത്തനയിൽ അകപ്പെടുക എന്ന് പറഞ്ഞാൽ അതാണ്. അത്ഭുതകരമായ കാര്യങ്ങൾ ഉണ്ടാകണമെങ്കിൽ അത് മൂമിനായിക്കൊള്ളുന്നില്ല, ആരിലൂടെയും സംഭവിക്കാം. തനിച്ച കാഫര്യങ്ങളിലും അത്ഭുതകരമായ പല കാര്യങ്ങളുണ്ടാകാം. അത് നമ്മുടെ പരീക്ഷണമാണ്. മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവൻ നേരിടുന്ന ഏറ്റവും വലിയ പരീക്ഷണങ്ങളിൽ ഒന്നായിട്ടാണ് ദീനുൽ ഇസ്ലാം അത് പഠിപ്പിച്ചത്. ലോകത്ത് അന്ത്യനാളാകുമ്പം ഒരാൾ വരാനുണ്ട്. അയാളുടെ പേരാണ് മസീഹുദ് ദജ്ജാൽ. ദജ്ജാൽ. അപ്പൊ ഈ ദജ്ജാലിന്റെ ഫിത്നയെ സംബന്ധിച്ച് പറയാത്ത അമ്പിയാക്കന്മാരില്ല എന്നാണ്. നമ്മൾ നിത്യനിസ്കാരങ്ങളിൽ അത്തഹിയാത്തും സലാത്തും കഴിഞ്ഞാൽ പിന്നെ നടത്തുന്ന പ്രാർത്ഥനകളിൽ പ്രധാനമായി നടത്തുന്ന പ്രാർത്ഥന ഉണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ. അല്ലാഹുവേ, ഖബറിൽ വരുന്ന ശിക്ഷയെ സംബന്ധിച്ച് ഞാൻ നിന്നിൽ ഇത് അഭയം തേടുന്നു. വമിൻ അദാബിൻ നാർ, നരകശിക്ഷയിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. വമിൻ ഫിത്നത്തിൽ മഹിയ വൽ മമാത്ത്, ജീവിതത്തിന്റെയും മരണത്തിന്റെയും ഫിത്നയിൽ നിന്ന് ഞാനിതാ നിന്നിൽ അഭയം തേടുന്നു. പിന്നെ പറയുന്ന എന്താ അറിയോ? വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ, മസീഹുദ് ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. ആരാ മസീഹുദ് ദജ്ജാൽ? ലോകത്ത് ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ ഫിത്നയിൽ ഒന്നാണ് മസീഹുദ് ദജ്ജാലിന്റെ ഫിത്ന. മസീഹുദ് ദജ്ജാൽ എന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങൾ കാണിക്കുന്ന ഒരു മനുഷ്യനാണ്. അത്ഭുതങ്ങളാണ് അവന്റെ മുഖമുദ്ര തന്നെ അത്ഭുതമാണ്. മാ ബൈന ഖൽഖി ആദമ ഇലാ അൻ തഖൂമ അസ്സാഅ ഫിത്നത്തുൻ അക്ബർ മിൻ ഫിത്നത്തി ദജ്ജാൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട്. മാ ബൈന ഖൽഖി ആദം ഇലാ അൻ തഖൂമ അസ്സാഅ, ആദം നബിയെ സൃഷ്ടിച്ചത് മുതൽ ഖിയാമത്ത് സാഅത്ത് വരെ അഥവാ ലോകാവസാനിക്കുന്നത് വരെ അതിനിടയിൽ വരാനുള്ള ഫിത്നകളിൽ വെച്ച് അക്ബർ ഫിത്ന ഏതാന്ന് ചോദിച്ചാൽ മിൻ ഫിത്നത്തി ദജ്ജാൽ, ദജ്ജാലിന്റെ ഫിത്നയാണ്. അത്രയും കൂടിയ ഫിത്നയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ഉൻദിർകുമൂഹു, അവന്റെ കാര്യത്തിൽ അഥവാ മസീഹുദ് ദജ്ജാലിന്റെ കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് ഇതാ താക്കീത് തരുന്നു. വമാ മിൻ നബിയ്യിൻ ഇല്ലാ ഖദ് അൻദറഹു ഖൗമഹു, ഒരു നബിയും തന്നെ വന്നിട്ടില്ല ആ നബിയുടെ ജനസമൂഹത്തിനോട് ഇങ്ങനെയുള്ള ദജ്ജാലിന്റെ ഫിത്നയെ കുറിച്ച് താക്കീത് കൊടുക്കാതെ. ലഖദ് അൻദറഹു നൂഹുൻ ഖൗമഹു, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ജനസമൂഹത്തിനും മസീഹുദ് ദജ്ജാലിനെ കുറിച്ച് താക്കീത് കൊടുത്തിട്ടുണ്ട്. വലാകിൻ സഅഖൂലു ലക്കും, ഞാൻ നിങ്ങളോട് പറയുന്നു, ഫീഹി ഖൗലൻ, അവന്റെ കാര്യത്തിൽ അഥവാ മസീഹുദ് ദജ്ജാലിന്റെ കാര്യത്തിൽ വേറൊരു വർത്തമാനം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നു, ആരും പറയാത്തത്. അതെന്താ? ലം യഖുൽഹു നബിയ്യുൻ, ഒരു നബിയും ലിഖൗമിഹി, തന്റെ നബി സമൂഹത്തോട് പറയാത്തൊരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. എന്താണ്? തഅലമൂനഹു, നിങ്ങൾക്ക് അവനെ തിരിച്ചറിയാൻ കഴിയും. അന്നഹു അഅ്വർ, അവൻ കോങ്കണ്ണനാണ്. വ അന്നല്ലാഹ ലൈസ ബിഅഅ്വർ, അല്ലാഹു കോങ്കണ്ണനല്ല. വ്യക്തമായ അടയാളം, കോങ്കണ്ണനായ ആളാണ് ആര്?
മസീഹു ദജ്ജാൽ. അവന്റെ നെറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ട് കാഫിർ. കാഫിർ എന്ന് നെറ്റിന്റെ മുകളിൽ എഴുതി വെച്ച് വെക്കപ്പെട്ട ഇന്ന ആളാകുന്നു എന്ന് വ്യക്തമായി തിരിച്ചറിയാൻ കഴിയുന്ന ഒരു മനുഷ്യനാണ് ആര്? മസീഹു ദജ്ജാൽ. ഓന്റെ ഫിത്ന എന്ന് പറഞ്ഞാൽ എന്താ? അത്ഭുതങ്ങൾ കാണിച്ചിട്ടുള്ള ഫിത്നയാണ്. എത്രത്തോളം എന്നാൽ യഖൂലു ലി അറാബി, 40 ദിവസമാണ് അവന്റെ അവധി. 40 ദിവസമാണ് ഭൂമിയിൽ അവന്റെ അവധി. അവൻ വന്നുണ്ടാക്കുന്ന ഫിത്നയിലൊന്ന യഖൂലു ലി അറാബി, ഒരു അറാബിയെ വിളിച്ചിട്ട് പറയും, അറഅയ്ത ഇൻ ബഅസ്തു ലക അബാക വ ഉമ്മക, നിന്റെ ഉമ്മാനെയും വാപ്പാനെയും ഞാൻ ഇവിടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു തരാം. അത്അശ്ഹദു അന്നി റബ്ബുക, അത് കണ്ടാൽ ഞാൻ നിന്റെ റബ്ബാണ് എന്ന് നീ സമ്മതിക്കുമോ? നീ വിശ്വസിക്കുമോ? നീ ഷഹാദത്ത് പറയുമോ? എന്നാ സ്വാഭാവികമായും അങ്ങനെ ഒരു അത്ഭുതം ആരെങ്കിലും കാണിച്ചു തരുമെന്ന് പറഞ്ഞാൽ അത് വീണുപോകാത്ത ഏതെങ്കിലും മനുഷ്യന്മാരുണ്ടാവോ? ഒരാൾക്കും കഴിയില്ല. ഈ അറാബിയായ ആൾ പറയുന്നു ഫയഖൂലു നഅം, അതെ, അങ്ങനെ കാണിച്ചു തന്നാൽ ഞാൻ താങ്കൾ റബ്ബാണെന്ന് വിശ്വസിക്കാം. അപ്പോഴാ ഫയതമസ്സലു ലഹു ശൈത്താനാനി, ഈ മനുഷ്യന്റെ മുമ്പിൽ 2 ശൈത്താന്മാർ വരുന്നു. എന്താ ശൈത്താന്മാര്? ഫീ സൂറത്തി അബീഹി വ ഉമ്മി, വാപ്പാന്റെയും ഉമ്മാന്റെയും അതേ രൂപത്തിൽ 2 ശൈത്താന്മാര് പ്രത്യക്ഷപ്പെട്ട് കൊണ്ടുവരികയാണ്. എന്നിട്ട് ഫയഖൂലാനി, വാപ്പയും ഉമ്മ ഇവനോട് പറയുന്നു, യാ ബുനയ്യ, എന്റെ മകനെ, ഇത്തബിഉ, ഇവനെ പിൻപറ്റിക്കോ, ഫഇന്നഹു റബ്ബുക, ഓൻ നിന്റെ റബ്ബാണ് കേട്ടോ. വാപ്പയും ഉമ്മയും എണീറ്റെന്ന് പറയാണ്, ഇവൻ എന്റെ റബ്ബാണ്, നീ അവനെ പിൻപറ്റിക്കോ. അതാണ് ഫിത്ന. ഇത്രയും വലിയൊരു അത്ഭുതം നമ്മുടെ കൺമുമ്പിൽ ഒരാൾ കാണിച്ചു തന്നിട്ട് ഞാൻ ഇന്നവനാകുന്നു എന്ന് പറഞ്ഞാൽ അതിൽ വിശ്വസിച്ചുകൊണ്ട് കുഴപ്പത്തിൽ ചാടാത്തവരായ ആളുകളുടെ ഈമാൻ ആണ് ഈമാൻ. അതുകൊണ്ടാണ് ഇവന്റെ ശർറ് ഇന്നതൊക്കെയാണ്, അവൻ ചെയ്യാൻ പോകുന്നത് ഇന്നതൊക്കെയാണ്, അവന്റെ രൂപങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, അതുകൊണ്ട് നിങ്ങൾ കാത്തുകൊള്ളണമെന്ന് എല്ലാ അമ്പിയാക്കന്മാരും അവരുടെ സമൂഹത്തെ ബോധവൽക്കരിച്ചിട്ടുള്ളത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സമിഅ ബിദ്ദജ്ജാൽ, ദജ്ജാലിനെ കുറിച്ച് ഒരുത്തൻ കേട്ടാൽ ഫൽ യൻഅ അൻഹു, ദജ്ജാൽ വന്നിട്ടുണ്ട് എന്നുള്ള വിവരത്തിന് കിട്ടിക്കഴിഞ്ഞാൽ ഫൽ യൻഅ അൻഹു, അവന്റെ അടുത്തേക്ക് പിന്നെ പോകരുത്, മാറി നിന്നോ. ഫവല്ലാഹ്, അല്ലാഹ് തന്നെയാണ് സത്യം, ഇന്നർ റജുല, ഒരു മനുഷ്യൻ ലയതീഹി, ഇവൻ വന്നിട്ടുണ്ട് എന്ന് കേൾക്കുമ്പോൾ അവന്റെ അടുത്ത് കേൾക്കും. അങ്ങനെയാണല്ലോ മനുഷ്യന്മാരുടെ സ്വഭാവം ഉണ്ടെന്ന്, അത്ഭുതം കാണുന്നിടത്തൊക്കെ കൂടും. അവിടെ ഒരു മായാജാലമുണ്ട്, അവിടെ ഒരു മാരണമുണ്ട്, അവിടെ ഒരു സിഹിറുണ്ട്, അവിടെ ഒരു ജാലവിദ്യ ഉണ്ട് എന്നൊക്കെ കേൾക്കുമ്പോൾ അങ്ങോട്ട് ഓടും. അത് മനുഷ്യന്റെ ഒരു പ്രകൃതാണ്, അത്ഭുതം കാണാനൊരു ആഗ്രഹം. അങ്ങനെ ഓടുന്നവരായ ആളുകളുണ്ട്. അതുകൊണ്ട് അത്ഭുതം കാണുന്നവനെ കാണിക്കുന്നവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് കാണാൻ ഒരുത്തൻ പോകും. ഇവനൊരു മൂമിനായ ആളാണ് എന്നവൻ വിചാരിക്കും, ചെല്ലുന്നവൻ. ഫയത്തബിഹു, എന്നിട്ട് ഇവന്റെ അത്ഭുതങ്ങളൊക്കെ കണ്ടി അവന്റെ പിന്നാലെ പോകും. അവനാകട്ടെ എന്തെല്ലാം തരത്തിലുള്ള ശുബ്ഹാത്തുകളും പ്രശ്നങ്ങളുമാണോ അതൊക്കെ അവന്റെ മനസ്സിലുണ്ടാക്കി തീർക്കും. ഇവനെ യഥാർത്ഥ ഈമാനിൽ നിന്നും ഇസ്ലാമിൽ നിന്നും തെറ്റിക്കുവാൻ എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുക അതൊക്കെ, ആ കാര്യങ്ങളൊക്കെ ഒന്ന് നിർവഹിക്കും. ഫലാ യഅ്തമിദു ഫീ മുലാഖാതിഹി ലഹുന, അങ്ങനെ ഫിത്ന ഉണ്ടാക്കുന്ന ഒരുത്തനെ കാണാൻ വേണ്ടി പോകരുത്. അത് ഇവന്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മളെ ഏത് കാര്യത്തിലും അങ്ങനെയാണ്. ഒരു ഫിത്ന, നമ്മളൊരു ഫിത്നയിലും കുഴപ്പത്തിലാകുന്ന ഒരു സന്ദർഭമാണെങ്കിൽ അത്തരം സംഗതിയിലേക്ക് പോകരുത്, നോക്കരുത്, കാണരുത് എന്ന നിലപാടാണ് വിശ്വാസിക്കേണ്ടാകേണ്ടത്. മസീഹു ദജ്ജാൽ വന്നാലും പോകരുത്, അവനെ കാണാൻ പോകരുത്. യുസീറു ശുബഹൻ മുശ്കിലാത്ത്, അവൻ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് ആശയക്കുഴപ്പങ്ങളും ഉണ്ടാക്കും. എങ്ങനെയൊക്കെ? കസ്സിഹ്റി, മാരണക്രിയകൾ, വഇഹ്യാഉൽ മൗത, മരിച്ചവനോട് ജീവിച്ചാടി കാണിക്കും. ഫയഫ്തതിനു മിൻ റആഹ, ഇത് കണ്ട ആൾക്കാരൊക്കെ ആശയക്കുഴപ്പത്തിലാവും. ഫയുതിഉ ദജ്ജാൽ, ഈ അത്ഭുതങ്ങൾ കാണിക്കുന്ന ദജ്ജാലിനെ അനുസരിക്കും. ഫയസീറു താബിഉ കാഫിറൻ വഹുവ ലാ യദ്രി, ഇവൻ അറിയാതെ, ശരിയായ മൂമിനായിരിക്കും, അറിയാതെ ഇവന്റെ പിന്നാലെ പോയിട്ട് കാഫിറായി ചത്തിട്ടുണ്ടാകും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇവിടെ ഇപ്പൊ എന്താ സംഭവിക്കണം എന്ന് വെച്ചാല്, മനുഷ്യന്റെ മുമ്പിൽ അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ട് ഒരാൾ വന്നിട്ട് ഞാൻ അള്ളയാണെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ ഇന്ന ആളാണെന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നാലെ പോകാന്നല്ല, അതിപ്പോ ഇന്നും ദുനിയാവിലുണ്ട്. അതുകൊണ്ടാണ് ദജ്ജാലിയങ്ങൾ എന്ന് പറയുന്നത്. ആഖിർ സമാനിൽ കുറെ ദജ്ജാലിയങ്ങൾ വരാനുണ്ട്, 1 2 ഒന്നല്ല, ഇത് അവസാനത്തെ ദജ്ജാലാണ്. അങ്ങനെ ദജ്ജാലിയങ്ങൾ വന്ന് ഈ മാതിരി പലയാതി ഫിത്ന ഉണ്ടാവും. എന്തിന്? മനുഷ്യന്മാരെ യഥാർത്ഥ ഈമാനിൽ നിന്നും ഇഖ്ലാസിൽ നിന്നും തെറ്റിക്കാൻ വേണ്ടി. ഒരൊക്കെ നിങ്ങൾ കാത്തുകൊള്ളണം, സൂക്ഷിക്കണം എന്നാ. അത്ഭുതം കാണുന്നിടത്തൊക്കെ ഓടാൻ നിൽക്കണ്ട.
അത്ഭുതം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞത് ദജ്ജാലിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അത് ഏത് മനുഷ്യനിൽ നിന്നുണ്ടാകാം. അത്ഭുതം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മനുഷ്യനെ വിശ്വസിക്കുവാനോ ഒരു മനുഷ്യനെ മോമിനാണെന്ന് വിശ്വസിക്കാനോ അല്ലെങ്കിൽ അയാൾ യഥാർത്ഥ ഇഖ്ലാസ് ഉള്ളവനാണ്, തഖ്വയുള്ളവനാണ്, അയാൾ ഒരു വലിയാണെന്ന് ബോധ്യപ്പെടുത്താനോ ഉള്ള സംഗതിയേ അല്ല. അതുകൊണ്ട് അങ്ങനെ ആരും തെറ്റിദ്ധരിച്ചു പോകരുത് എന്ന ആശയമാണ് പ്രധാനമായും ഇതിലൂടെ പഠിപ്പിക്കപ്പെടുന്നത്. അത്ഭുതം എന്ന് പറഞ്ഞാൽ ആരിൽ നിന്നുണ്ടാകാം. രണ്ടു തരം സംഗതികളാണ്. ഒന്ന് കാഫിര്യങ്ങൾ, അള്ളാഹുവിൽ വിശ്വസിക്കാത്തവനിൽ നിന്നുണ്ടാകുന്ന അത്ഭുതം. രണ്ട്, അള്ളാഹുവിനെ വിശ്വസിക്കുകയും യഥാർത്ഥ തഖ്വയുള്ളവരായ ആളുകയാകുകയും ചെയ്താൽ അവരിലൂടെ ചിലപ്പം ചില അത്ഭുതങ്ങൾ ഉണ്ടാവും. അതിനാണ് നമ്മൾ കറാമാത്തുകൾ എന്ന് പറയാ. അതുള്ള സംഭവമാണ്. കറാമാത്തുകൾ എന്ന് പറയുന്നത് ഉള്ള സംഗതിയാണ്. അഹ്ലുസ് സുന്നത്തിന്റെ വിശ്വാസത്തിൽപ്പെട്ടതാണ് ഔലിയാക്കന്മാരിലൂടെ കറാമത്തുകൾ വെളിവാകുക എന്ന് പറഞ്ഞാൽ. വഹാദിയിൽ ഉമൂറുൽ ഖാരിഖത്തുൽ ആദ, അസാധാരണമായി അങ്ങനെയുള്ള ആളുകളിലൂടെ ഉണ്ടാകുന്ന കാര്യങ്ങൾ. വഇൻ കാന ഖദ് യകൂനു സാഹിബ വലിയൻ ലില്ലാഹ്, ചിലപ്പോ അങ്ങനെയുള്ള ആൾ ആരാകാം? അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട ഔലിയാക്കന്മാരാകാം. അവ അസാധാരണമായ ചില കാര്യങ്ങൾ ശരിയായ ഒരു വിശ്വാസിയിലൂടെ ഉണ്ടായാൽ അവൻ അള്ളാഹുവിന്റെ വലിയിൽപ്പെട്ടവൻ ആകാം. അതുകൊണ്ട് നിർബന്ധമാണ്, ഉറപ്പിച്ച് വിശ്വസിക്കാൻ പറ്റില്ല. ഇനി വഖദ് യകൂനു അദുവ്വല്ലില്ല, ഈ അത്ഭുതകരമായ കാര്യം വെളിപ്പെടുന്ന ആൾ ഒരുപക്ഷെ അള്ളാഹുവിന്റെ കൊടിയ ശത്രുവുമാകാം. ഫഇന്ന ഹാദിഹിൽ ഖവാരിഖ് തകൂനു ലികസീരിൻ മിനൽ കുഫാർ. കാരണം എന്താണ്? അത്തരം അസാധാരണമായ കാര്യങ്ങൾ കാഫിരീങ്ങളിലൂടെ ഉണ്ടാകും. വൽ മുശ്രിക്കീന, മുശ്രിക്കീങ്ങളിലൂടെ ഉണ്ടാകും. അഖിലൽ കിതാബി, അഖിൽ കിതാബുകാരെ യഹൂദ നസ്രാനികളുടെ കയ്യിൽ നിന്നുണ്ടാകും. വൽ മുനാഫിഖീന, മുനാഫിഖുകളുടെ കയ്യിലൂടെ ഉണ്ടാകും. വതകൂനു ലി അഖിലിൽ ബിദഅത്തി, ബിദഅത്തിന്റെ കക്ഷിക്കാരായ ആളുകളിൽ നിന്നും അതുണ്ടാകും. വതകൂനു മിനശ് ശയാത്തീൻ. ഈ സംഗതികളൊക്കെ, ഈ അത്ഭുത കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാകുന്ന വെച്ചാൽ ശൈത്താന്മാരിലൂടെ ഉണ്ടാകുന്നതാണ്. ശൈത്താനികമായ ചില സിദ്ധികളിലൂടെ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് മുഅ്മിനീങ്ങളായ ആളുകൾ അല്ലാത്തവരിലൂടെ ഉണ്ടാകുന്ന ഇത്തരം അത്ഭുതങ്ങൾ. അതുകൊണ്ട് ഫലാ യജൂസു അൻ യുളന്ന, വിചാരിക്കപ്പെടാൻ പറ്റുകയില്ല, അനുവദനീയമല്ല. അന്ന കുല്ലമൻ കാന ലഹു ശൈഉൻ മിൻ ഹാദിഹിൽ ഉമൂർ, ഇത്തരം അത്ഭുതകരമായ കാര്യങ്ങൾ ആരൊക്കെയാണോ ഉണ്ടായിട്ടുള്ളത് അവരെക്കുറിച്ച് അന്നഹു വലിയുല്ലാഹ്, അവൻ അള്ളാഹുവിന്റെ വലിയാകുന്നു എന്ന് ഊഹിക്കാൻ പറ്റൂല. അത്ഭുതം കാണിച്ചു എന്നതിന്റെ പേരിൽ വലിയാണ് എന്ന് ഊഹിക്കാൻ പറ്റില്ല. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ളയുടെ വാചകമാണ് ഞാൻ വായിക്കുന്നത്. ബൽ, മറിച്ച് യുഅ്തബറു ഔലിയാഉല്ലാഹ്, അള്ളാഹുവിന്റെ വലിയാണ് ഒരാൾ എന്ന് തീരുമാനിക്കണം. എങ്ങനെയാണ്? ബിസിഫാത്തിഹിം, അവരുടെ വിശേഷണങ്ങൾ കൊണ്ടാണ്. വഅഫാലിഹിം, അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. വഅഹ്വാലിഹിം, അവരുടെ അവസ്ഥകൾ വെച്ച് നോക്കിക്കൊണ്ടാണ്. എവിടെയാ നോക്കേണ്ടത്? അല്ലതി ദല്ല അലൈഹിൽ കിതാബു വസുന്ന, ഖുർആനും സുന്നത്തും പറഞ്ഞതിനനുസരിച്ച് ജീവിക്കുന്നവനാണോ നോക്കണം എന്നാണ്. ഖുർആനും സുന്നത്തും അഹ്ലുസ് സുന്നത്തിന്റെ നിലപാടുകളും ഹലാലും ഹറാമും ഒക്കെ പരിപാലിച്ചുകൊണ്ട് വിശുദ്ധമായ ജീവിതം നയിക്കുന്ന ഒരാളാണ് എങ്കിൽ അയാളിലൂടെയും എന്തുണ്ടാകാം? കറാമത്തുകൾ വെളിവാകാം. അതാണോ എന്ന് നോക്കണം. വയുറഫൂന ബിനൂരിൽ ഈമാൻ, ഔലിയാക്കന്മാരെന്ന് പറഞ്ഞാൽ ഈമാനിന്റെ വെളിച്ചം കൊണ്ട് അറിയപ്പെടുന്നവരാണ്. വൽ ഖുർആൻ, ഖുർആൻ കൊണ്ടറിയപ്പെടുന്നവരാണ്. വബിഹഖായിഖൽ ഈമാനിൽ ബാത്തിന, ആന്തരികമായ വിശ്വാസത്തിന്റെ ഹഖായിഖുകൾ കൊണ്ടറിയപ്പെടുന്നവരാണ്. വശറാഇൽ ഇസ്ലാം അല്ലാഹിറ, പ്രത്യക്ഷമായി ഇസ്ലാമിന്റെ ശരീഅത്ത് കൊണ്ട് അറിയപ്പെടുന്നവരാണ്. അപ്പൊ ശരീഅത്തിന്റെ നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ഹലാല്, ഹറാമ്, വാജിബ്, മുസ്തഹബ് എന്നൊക്കെ പറയുന്ന ദീനിന്റെ ശരീഅത്തിന്റെ നിയമങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന ഒരുത്തനാണോ ഇവന് നോക്കണം. അങ്ങനെയുള്ള ഒരാളിൽ നിന്ന് പക്ഷെ എന്തുണ്ടാകാം? അത്ഭുതകരമായ കാര്യങ്ങൾ ഉണ്ടായി എന്ന് വന്നേക്കാം. അങ്ങനെയാണെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് എന്ത് പറയാം? അത് അള്ളാഹുവിങ്കൽ നിന്നുള്ള അയാൾക്കുള്ള കറാമത്താണ് എന്ന് പറയാം. അതല്ലെങ്കിലോ ശൈത്താനികമായി ഉണ്ടാകുന്ന അത്ഭുത സിദ്ധികളാണ് എന്ന് പറയാം. അതൊരിക്കലും കറാമത്തല്ല. അതുകൊണ്ട് തന്നെ കറാമത്താണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഏതെങ്കിലും കാഫിരീങ്ങൾക്കോ ഇസ്ലാമിന്റെ ശത്രുക്കൾക്കോ ഒക്കെ ഇത്തരം കാര്യങ്ങൾ ഉണ്ടായാൽ പിന്നാലെ പോകാൻ പാടില്ല. നമുക്കറിയാലോ, കഴിഞ്ഞ കാലഘട്ടത്തിൽ ഒരു പ്രത്യേകമായ സ്ഥലത്ത് ഒരു വലിയ സിദ്ധനുണ്ടായിരുന്നു. അയാളെ പ്രധാനപ്പെട്ട ക്വാളിറ്റി എന്താന്ന് വെച്ചാൽ അയാൾ ആകാശത്ത് നിന്ന് ഭസ്മം കൊണ്ടെടുക്കും. റാഡോ വാച്ച് വേണമെങ്കിൽ ആകാശത്ത് കൊണ്ട് എടുത്തിട്ട് കാണിച്ചു കൊടുക്കും. എന്നിട്ട് പറയും, ഞാൻ ദൈവമാണ്, എനിക്ക് ദിവ്യത്വമുണ്ട്. അങ്ങനെ അത്ഭുതം കാണിച്ചിട്ടാണ് എത്രയോ മനുഷ്യന്മാരെ ഇത്തരം വലയിൽ ആക്കിയിട്ടുള്ളത്. വേറെ ചില ആൾക്കാരുടെ തീരെ കൊണ്ട് എടുത്ത് ചാടും. അതുപോലെ തന്നെ
തിളക്കുന്ന എണ്ണയിലേക്ക് കൈമുക്കി വലിക്കുന്നതായി കാണാം. ഇതൊക്കെ മായാജാലങ്ങളും അതുപോലെ തന്നെ ചില ട്രിക്കുകളാണ്. മായാജാലങ്ങളോ അല്ലെങ്കിൽ ട്രിക്കുകളോ ആണ്. അതായത് തിളക്കുന്ന എണ്ണയിലേക്ക് കൈവെക്കുക എന്ന് പറഞ്ഞാൽ രണ്ടു തരം സാധനങ്ങളായിരിക്കും അതിന്റെ അകത്ത്. ഒന്ന് എണ്ണയായിരിക്കും, മറ്റത് വേറെങ്കിലും നാരങ്ങയുടെ നീരോ അതുപോലുള്ള സാധനങ്ങൾ മിക്സ് ചെയ്തിട്ടായിരിക്കും. ഇതിന്റെ തിളനില വ്യത്യാസം ഉണ്ടാവും. തിളനില എന്ന് പറഞ്ഞാൽ വെള്ളം തിളക്കണമെങ്കിൽ 100 ഡിഗ്രി ചൂടാകുമ്പോഴാണ് വെള്ളം തിളക്കുക. അതേപോലെ ഓരോ സാധനത്തിന്റെയും തിളനിലയിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ രണ്ട് സാധനങ്ങൾ ഒരുമിച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് തിളക്കാതെ കിടക്കുന്നുണ്ടാവും, മറ്റേത് തിളച്ചിട്ടുണ്ടാവും. കാണുമ്പോ തിളച്ചെന്ന് തോന്നും. അങ്ങനെയുള്ള ഇതിലേക്ക് കൈ മുക്കിക്കഴിഞ്ഞാൽ ഓന് പൊള്ളൂല. കാണുന്നവനും വിചാരിക്കും ഇത് മുക്കിയിരിക്കുന്നത് തിളക്കുന്ന എണ്ണയിലാണ്. ഇതൊക്കെ ചില തന്ത്രങ്ങളും കുതന്ത്രങ്ങളുമാണ്. എന്തിന്? ആളുകളെ വലയിലാക്കാൻ വേണ്ടി ചെയ്യുന്ന പണികളാണ്. ഇതൊക്കെ വിശ്വസിച്ചുകൊണ്ട് ഒരുത്തം പോയി കഴിഞ്ഞാലോ ആ മഹാ അത്ഭുതം കാണിച്ചവനാണെന്ന് പറഞ്ഞിട്ട് അവന്റെ പിന്നാലെ അവൻ സിദ്ധിയായി വിചാരിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഇവന്റെ ഈമാനായിട്ട് പോകും. അതാണ് സംഭവിക്കുന്നത്. ദുനിയാവിൽ നടക്കുന്നതൊക്കെ അതെയാണ്. ഇതിലൊക്കെ പെടുന്നവരായ മഹാഭൂരിപക്ഷം ആരാന്ന് ചോദിച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് പറയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ് എന്നതാണ് അതിന്റെ അത്ഭുതം. അതുകൊണ്ട് അങ്ങേയറ്റം നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യമാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറയുന്നു, ഖദ് തസ്ദുറു ബഅദുൽ ഖവാരിക് മിനൽ കശ്ബി വഗൈരിഹി മിനൽ കുഫാരി വസഹറതി ബിമുആഖാതിഹിം ലിശൈത്താനി. ശൈത്താന്മാരുമായി ചങ്ങാതിത്തം കൂടിക്കൊണ്ട് ചില ആളുകൾക്ക്, അതായത് സാഹിറന്മാരായ ആള്, മാരണക്രിയകൾ ചെയ്യുന്നവരായ ആളുകളിലൂടെയൊക്കെ ചില വെളിപാടുകൾ ഉണ്ടാവും. അവർക്ക് ചില വെളിപാടുകൾ വരുത്താൻ പറ്റും. കമാ സബത അനി ദജ്ജാൽ. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ദജ്ജാലിന്റെ കാര്യം പറഞ്ഞേ. ദജ്ജാലിൽ നിന്നുണ്ടാകുന്നത് പോലെ അന്നഹു യഖൂലു ലിസ്സമാ, ദജ്ജാൽ വന്ന ആകാശത്തിനോട് കൽപ്പിക്കും, അംത്രി, മഴ വർഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഫതുംതറുന, അപ്പൊ മഴ പെയ്യും. അതുപോലെ തന്നെ വലിൽ അർള്, ഭൂമിയോട് കൽപ്പിക്കും, അംബിതി, ഭൂമി മുളപ്പിച്ചോ എന്ന് പറഞ്ഞാൽ തുമ്പത്തു, അപ്പൊ മുളക്കാൻ തുടങ്ങുന്ന. വഅന്നഹു യഖ്തുലു വാഹിദൻ മിൻഹും, ആ കൂട്ടത്തിൽ നിന്ന് ഒരാളെ ആണ് കൊന്നിട്ട് പറയും സുമ്മ യുഹ്യീഹി, പിന്നെ അവനോട് ജീവിച്ച് കാണിപ്പിക്കുന്ന. ഇതൊക്കെയാണ് അത്ഭുതം. ഇത്രയും ഭയങ്കരമായ അത്ഭുതം കാണിച്ച് സ്വാഭാവികമായും അവന്റെ ശർറിൽ മനുഷ്യന്മാര് അകപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്തിനാപ്പം അല്ലാഹു തആല ഇങ്ങനെ ഉണ്ടാക്കിയത്? ഇങ്ങനെ ഒരുത്തനെ വിട്ടതെന്തിനാ? അത് നമുക്ക് പരീക്ഷണാണ്. ഒരാളെ വിശ്വാസത്തെ പരീക്ഷിക്കുന്നത് വേണ്ടിയാണ് ഇങ്ങനെയുള്ള ഒരാളെ അല്ലാഹു തആല നിയോഗിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ അമ്പിയാക്കന്മാർ, ഇപ്പോ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്തിട്ടുണ്ട്? കളിമണ്ണ് കൊണ്ട് ചില രൂപങ്ങൾ ഉണ്ടാക്കി അതിലേക്ക് ഊതി, അപ്പൊ പക്ഷിയായി മാറി. അത് ചെയ്തതാരാണ്? ഈ ജീവൻ കൊടുത്തതാരാണ്? അള്ളാഹു ആണ്. ഈ പണി ചെയ്യുന്ന ആരാണ്? ഈസാ നബിയാണ്. അതേപോലെ തന്നെ ചെയ്യുന്നൊരു കാര്യമാണ് ഈ പറയുന്ന ദജ്ജാല് എന്ന് പറയുന്ന പരീക്ഷണത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ട വ്യക്തിയിലൂടെ അയാൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇന്ന കാര്യങ്ങൾ ഉണ്ടാവുക എന്നത് അല്ലാഹു തആല നിശ്ചയിച്ചതാണ്. എന്തിന്? മനുഷ്യന്മാർക്ക് ഫിത്ന, മനുഷ്യന്മാരെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പൊ പരീക്ഷിക്കുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെട്ടവനായ ഇന്നാലിന്ന വ്യക്തി വരാനുണ്ട്. അതുകൊണ്ട് ആ പരീക്ഷണങ്ങൾ പെട്ടുപോകണ്ട. അതിന്റെ അത്ഭുതം കണ്ടിട്ട് നിങ്ങൾ ഈമാനും കുളത്തിലാക്കണ്ട എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടി നമ്മൾ ആവർത്തിക്കുക. കറാമാത്തുൽ ഔലിയാ എന്ന് പറഞ്ഞാൽ ഉള്ളൊരു കാര്യമാണ്. അത് ശൈഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പറയുന്നു, കറാമാത്തുൽ ഔലിയാ സാബിതത്തുൻ ഇൻദ അഹ്ലുസുന്ന വൽ ജമാഅ. അഹ്ലുസുന്ന വൽ ജമാഅയുടെ അടുക്കൽ ഔലിയാക്കന്മാരിലൂടെ കറാമാത്തുകൾ ഉണ്ടാവുക എന്നുള്ളത് സ്ഥാപിതമായ കാര്യമാണ്. മിൻ അഖീദതിഹിം, അവരുടെ വിശ്വാസത്തിൽപ്പെട്ടതാണ്. അൽ ഈമാനു ബി കറാമത്തിൽ ഔലിയായി, ഔലിയാക്കന്മാരുടെ കറാമത്തുകൾ ഉണ്ടാകുന്നത് അഹ്ലുസുന്നത്തിന്റെ വിശ്വാസത്തിൽപ്പെട്ടാണ്. വഅന്നഹു ഹഖ്ഖുൻ, അത് യാഥാർത്ഥ്യമാണ്. വഖവാരിഖുൽ ആദാതി അല്ലതി യഖ്ലുഖുഹ അല്ലാഹു ലിബഅദി ഔലിയായി, അല്ലാഹു അവന്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട ചില ആളുകൾക്ക് ഇത് സൃഷ്ടിച്ചു കൊടുക്കുന്നതാണ്. എന്തിനാ കൊടുക്കുന്നത്? രണ്ട് കാര്യത്തിനാണ്. ഇമ്മാ ലിഹാജത്തിൻ ബിഹി, ഒന്നുകിൽ അയാളുടെ ആവശ്യം പരിഗണിച്ചു കൊടുക്കുന്നതാണ്. അയാളുടേതായ എന്തോ അയാളെ ഏതെങ്കിലും ചില കാര്യം രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അല്ലാഹു തആല ചെയ്യുന്നതാണ്. ഖുർആൻ അല്ലാഹു തആല പറഞ്ഞല്ലോ, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ, ആരാണോ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നതെങ്കിൽ അവനൊരു മറുവഴി, ഒരു പോം വഴി, രക്ഷാമാർഗം അല്ലാഹു തആല ഉണ്ടാക്കി കൊടുക്കും. അത് നമ്മളറിയില്ല. ശരിയായ വിശ്വാസിയിലൂടെ വരുന്ന അത്ഭുതകരമായ കാര്യങ്ങൾക്ക് അത്ഭുതകരമായ കാര്യമാണ്. ഇത് കറാമാത്താണെന്ന് ആരറിയില്ല? ആ വിശ്വാസിക്ക് പോലും അറിയാൻ പറ്റൂല. അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാം. ഇമ്മാലി ഹാജത്തിൻ ബിഹി, ഒന്നുകിൽ അയാളുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഉണ്ടാകും. ഏതുപോലെ ഇപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കുറച്ച് അതിഥികൾ വന്നു. കുറച്ച് അധികം ആൾക്കാരുണ്ട്. ആ തആമുല്ലദീ ഖദ്ദമ ലി അളിയാഫി, അദ്ദേഹം അവർക്ക് വേണ്ടുള്ള ആഹാരങ്ങളൊക്കെ കൊണ്ടുപോയി വെച്ചു കൊടുത്തു.
എല്ലാരും കഴിച്ചു, ആവശ്യമുള്ളതൊക്കെ എല്ലാരും കഴിച്ചു. പക്ഷെ എല്ലാരും കഴിച്ചു കഴിഞ്ഞപ്പോ അവിടെ ആദ്യം വെച്ചിട്ടുള്ള ഭക്ഷണത്തെക്കാൾ കൂടുതൽ അവിടെ ബാക്കിയായി കിടന്നു എന്നാണ്. അതൊരു അത്ഭുതകരമായ കാര്യമാണ്. ഇത് അബൂബക്കർ സിദ്ദീഖിന്റെ കഴിവാണെന്ന് വെച്ചാൽ അല്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പെട്ടിട്ടുള്ള ഒരു പ്രയാസകരമായ സാഹചര്യത്തിൽ അല്ലാഹു തആല ഒരു പോംവഴി ഉണ്ടാക്കി കൊടുത്തു. അതാണ്, അങ്ങനെ ഉണ്ടാവുന്നതാണ്. അതേപോലെ തന്നെ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രത്തിൽ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, ചില കാര്യങ്ങൾ പറയുന്നില്ലേ. മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തന്റെ മാതാവ് നേർച്ചയാക്കി പറഞ്ഞയച്ചിട്ടുള്ള കുട്ടിയാണ്. ആ കുട്ടി വളരുന്നത് ഈ പറയുന്ന ബൈത്തുൽ മുഖദ്ദസിലാണ്. അവരെ പരിപാലിച്ചത് ആരാണ്? സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. കുല്ലമാ ദഖല അലൈഹാ സക്കരിയൽ മിഹ്റാബ്. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം മിഹ്റാബിലേക്ക് ചെല്ലുന്നു നോക്കുമ്പോ വജദ ഇൻദഹാ റിസ്ഖൻ, അവർക്ക് ആവശ്യമായ ഭക്ഷണം അവിടെ കണ്ടുന്നാ. എടെ പള്ളിയിൽ വളരുന്ന മറിയം ബീവിയുടെ അരികിൽ അവർക്ക് ആവശ്യമായ ഭക്ഷണങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. ഖാലയാ മറിയം, അപ്പൊ അദ്ദേഹം ചോദിച്ചു, യാ മറിയം അന്നാ ലക്കി ഹാദാ, ഇത് എവിടെ നിന്ന് എനിക്ക് കിട്ടിയേ? കാരണം അവിടെ ഒന്നും ഉണ്ടാകാത്ത ഭക്ഷണമാണ്. കാലത്ത് ഭൂമിന് എന്തില്ല. അപ്പൊ അവര് പറഞ്ഞു, അള്ളാന്റെ അടുത്ത് നിന്ന് കിട്ടിയ ഭക്ഷണമാണ്. ഇന്നല്ലാഹ യർസുഖു മൻ യശാ ബിഗൈരി ഹിസാബ്. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കണക്കില്ലാതെ കൊടുക്കും, എങ്ങനെയും കൊടുക്കും. അതിന് കാര്യവും കാരണമൊന്നും ആവശ്യമില്ലാതെ തന്നെ അള്ളാഹു താല കൊടുക്കാൻ വിചാരിച്ചാൽ കൊടുക്കും. ഇതെന്താണ്? മറിയം ബീവിയിലൂടെ വെളിപ്പെട്ടിട്ടുള്ള ഒരു അത്ഭുതകരമായ കാര്യമാണ്. അല്ല, മറിയം ബീവിയുടെ കഴിവാണോ എന്ന് ചോദിച്ചാൽ അല്ല, മറിയം ബീവിയിലൂടെ വെളിപ്പെട്ടിട്ടുള്ള ഒരു അത്ഭുതകരമായ കാര്യമാണ്. എന്ന് വെച്ചാൽ നമ്മൾക്ക് ഭക്ഷണവും പ്രയാസവും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് മറിയം ബീവിയെ എനിക്ക് ഭക്ഷണം തരണേ എന്നൊരാൾ പറഞ്ഞാലോ അതിനേക്കാളും വലിയ പൊട്ടത്തരം വേറുണ്ടോ? ഇല്ല. ചോദിച്ചാൽ തരാൻ പറ്റിയ സംഗതിയല്ല, അവരിലൂടെ വെളിപ്പെടുന്നതായ കാര്യമാണ്. അപ്പോ ഇത് അവരുടെ ഒരു ആവശ്യം പരിഗണിച്ചു കൊടുക്കുന്നതാണ്. ഇമ്മാ ലിഹാജത്തിൻ ബിഹി വ ഇമ്മാ ലിഖാമത്തിൽ ഹുജ്ജത്തി അലൽ അദ്വി ലിനസ്രിദ്ദീനി. അല്ലെങ്കിൽ രണ്ടാമത് വേറെ രീതിയിൽ കൊടുക്കും. എന്താ? അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കുന്നതിന് വേണ്ടിയും അള്ളാഹുവിന്റെ കൽപ്പന ലോകത്ത് നിലനിർത്താൻ വേണ്ടിയും ഒരു വലിയായ ശരിയായ വിശ്വാസിയായ ആളിലൂടെ ചില അത്ഭുതങ്ങൾ അള്ളാഹു താല കാണിച്ചു വരും. എന്തിന്? മറ്റവനെതിരെ തെളിവായിക്കൊണ്ട്. ഇവൻ പറയുന്നത് ശരിയാണ്, ഹക്കാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി മറ്റവനെതിരെയുള്ള തെളിവായിട്ട് കൊണ്ടുവരും. അപ്പൊ അതാർക്കാ ഉണ്ടാവുക? ശരിയായ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളായ മുത്തഖീങ്ങളായ ആളുകൾക്ക് മാത്രമാണ് അതുണ്ടാകുക, എല്ലാവർക്കും ഉണ്ടാവില്ല. അങ്ങനെ അവരിലൂടെ ഉണ്ടാകുന്ന കാര്യമാകുന്നു അത്. എന്നിട്ട് ചില ഉദാഹരണങ്ങളും അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്. ചില ഉദാഹരണങ്ങൾ സഹാബത്തിൽ നിന്നുണ്ടായ ചില ഉദാഹരണം. ഉബാദ് ബിൻ ബശീറും ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു തആല അൻഹുമാ, രണ്ട് സഹാബിമാരാണ്. ഈ രണ്ട് സഹാബിമാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ കഴിഞ്ഞ് രാത്രിയായി ഇരുട്ടത്ത് വീട്ടിലേക്ക് പോവാണ്. ഇരുട്ടത്താണ്, വെളിച്ചം കയ്യിലില്ല. വെളിച്ചമില്ലാതെ പോകുമ്പോ അവർക്ക് വെളിച്ചമായിട്ട് അവരുടെ കയ്യിലുണ്ടായിരുന്ന ചാട്ടവാറ് അങ്ങ് പ്രകാശിക്കാൻ തുടങ്ങി. അതിൽ വെളിച്ചം ഉണ്ടായി. നമ്മൾ ടോർച്ച് കത്തിക്കുന്നത് പോലെ അങ്ങനെ യാത്ര ചെയ്ത് അവർക്ക് തിരിഞ്ഞ വീട്ടിലെത്തുന്നത് വരെ ആ വെളിച്ചം ഉണ്ടായിന്ന. ഇതെന്താ സംഭവം? ഇതുവരെ കഴിവാണോ? അവരുടെ ചാട്ടവാറിന്റെ കഴിവാണോ? അവരുടെ കയ്യിലുള്ള വടിന്റെ കഴിവാണോ? അവരുടെ കഴിവാണോ? ഒന്നുമല്ല. ഒരു കുടുങ്ങിയ സമയത്ത്, ബുദ്ധിമുട്ടായ സമയത്ത് അവരിലൂടെ അല്ലാഹു തആല ഒരു അത്ഭുതകരമായ കാര്യം വെളിപ്പെടുത്തി. അതിനാണ് എന്ത് പറയാ? കറാമാത്തുകൾ എന്ന് പറയുക. അത് കറാമാത്തുകൾ ഉണ്ടാകണം എന്ത് വേണം? ഈ പറഞ്ഞ കാര്യങ്ങളുണ്ട്. അപ്പൊ രണ്ട് സംഗതിയാണ് ഇവിടെ. ഒന്ന്, അള്ളാഹുവിലൂടെ ഉണ്ടാകുന്ന അത്ഭുതകരമായ കാര്യങ്ങളും അതേപോലെ തന്നെ അള്ളാഹുവിൽ നിന്നുണ്ടാകുന്ന വിശ്വാസികളല്ലാത്തവരായ ആളുകൾക്കുണ്ടാകുന്ന അത്ഭുതകരമായ കാര്യം. രണ്ട് സംഗതികളുണ്ട്. ഒന്നാമത്തത് ഞാൻ ഈ പറഞ്ഞതുപോലെ അള്ളാഹുവിൽ വിശ്വസിക്കുകയും യഥാർത്ഥ തഖ്വയനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് അള്ളാഹു നൽകുന്ന കറാമത്ത് എന്താ? അള്ളാഹു അവർക്ക് കൊടുക്കുന്ന ആദരവിന്റെ ഭാഗമായിട്ട് കിട്ടുന്നതാണ്. രണ്ടാമത്തത്, വേറെ ചില ആളുകൾക്ക്, മനുഷ്യന്മാർക്ക് പരീക്ഷണം എന്ന നിലക്ക് കൊടുക്കുന്ന ദജ്ജാലിന് കിട്ടിയിട്ടുള്ളത് പരീക്ഷണമാണ്, വിശ്വാസികൾക്കുള്ള പരീക്ഷണമാണ്. ഈമാൻ നഷ്ടപ്പെട്ടു പോകാതെ പരിരക്ഷിക്കപ്പെടാൻ വേണ്ടിയുള്ള ആ നിലപാട് വ്യക്തമാക്കാൻ വേണ്ടിയുള്ള ഒരു സംഗതിയാകുന്നു അത്. അപ്പൊ അമ്മായിദാക്കാന മുൻഹരിഫൻ അനിശരിയ, ഇത്തരം അത്ഭുതകരമായ കാര്യം ഉണ്ടാകുന്നത് ഇസ്ലാമിക ശരീഅത്തിൽ നിന്ന് വ്യതിചലിച്ച ഒരാളിലൂടെയാണെങ്കിലോ ഫലൈസ ബികറാമ, അതൊരിക്കലും എന്തല്ല, കറാമത്തല്ല. നേരത്തെ നമ്മൾ പറഞ്ഞു, കാഫറായ ആളും മുനാഫിക്കായ ആളും അഹ്ലി കിതാബിൽപ്പെട്ടവരായ ആളുകൾ, അവരിലൊക്കെ ദജ്ജാലിൽ നിന്ന് പോലും ഉണ്ടാകുന്ന സംഗതിയാകുന്നു ഇത്. അതുകൊണ്ട് ആരിൽ നിന്നാണോ ഉണ്ടാകുന്നത് നോക്കിയിട്ടാണ് കറാമത്താണോ അല്ലെന്ന് തീരുമാനിക്കുക.
ഇസ്ലാമിക ശരീഅത്ത് ഒന്നും ബാധകമല്ല. നിസ്കരിക്കുകയില്ല, നോമ്പ് വലിക്കുകയില്ല, ഓനെവിടെ പോയി കുത്തിരിക്കും, ഞാൻ വലിയാണെന്ന് പറഞ്ഞ് ഇരിക്കും. അങ്ങനെ ആൾക്കാരെ ചൂഷണം ചെയ്യുന്നവരായ ആളുകൾ, അതിനെക്കുറിച്ച് വലിയ ഒന്നും പറയാൻ പറ്റില്ല. അവൻ മൂമിനെന്ന് തന്നെ പറയാൻ പറ്റില്ല. മൂമിനാണെന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ച് ജീവിക്കണം. അതാണ് ഫലൈസ ബികറാമ വലാകിന്നഹാ മിൻ ഖവാരിഖി ശയാത്തീൻ. അപ്പൊ അവരിലൂടെ ഉണ്ടാകുന്ന അത്ഭുതങ്ങളാണെങ്കിൽ ശൈത്താന്മാരിലൂടെ ഉണ്ടാകുന്ന അസാധാരണമായ കാര്യങ്ങളായിട്ടാണ് അത് ഗണിക്കപ്പെടേണ്ടത് എന്നാണ് ശൈഖുൽ ഇസ്ലാം പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞതിന്റെ ചുരുക്കം എന്താന്ന് പറഞ്ഞാൽ, അത്ഭുതങ്ങൾ കൊണ്ട് ആരും വഞ്ചനയിൽ അകപ്പെട്ടു പോകാൻ പാടില്ല. അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ സൃഷ്ടികളിലൂടെയും ഉണ്ടാകും. ആ അത്ഭുതങ്ങൾ നമ്മൾ അതിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയി. ഇത്തരം ആളുകൾ സിദ്ധന്മാരാണ് എന്ന് പറയുന്നവരാർക്കെങ്കിൽ നമ്മൾ ചെല്ലും, അവനോട് ഭാവി കാര്യങ്ങൾ നമ്മൾ ചോദിക്കും, അവനെ നമ്മൾ ആരാധിക്കും, അവനോട് നമ്മളെ സങ്കടങ്ങൾ പറയും. അങ്ങനെ എന്തായി? നമ്മുടെ വിശ്വാസം പോയി ഈമാൻ നഷ്ടപ്പെട്ടു. ലാ ഇലാഹ ഇല്ലല്ലാഹ് പുറത്ത് ചാടി പോവുക എന്ന് പറയുന്ന ഗുരുതരമായ പിഴവാണ് അതുവഴി നമുക്ക് സംഭവിക്കുക എന്നുള്ളത് നമുക്കൊരു ഓർമ്മ വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനനുസരിച്ച് ജീവിക്കുകയും യഥാർത്ഥ മാർഗത്തിൽ നിലകൊള്ളുകയും അന്തിമമായി അള്ളാഹുവിന്റെ ഇഷ്ടമനുസരിച്ച് ജീവിച്ച് മരിച്ചു പോകാനുള്ള സൗഭാഗ്യം നമുക്കെല്ലാം നൽകുകയും ചെയ്യുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു അലാ നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഞാൻ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അപ്പൊ ഈ കറാമത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ നാട്ടിൽ ലോകത്തൊക്കെ വലിയ തെറ്റിദ്ധാരണയുണ്ട്. അതെന്താ വെച്ചാൽ അത് മനുഷ്യന് കിട്ടിയിട്ടുള്ളൊരു സിദ്ധിയാണ് എന്നാണ് ആളുകളുടെ തെറ്റിദ്ധാരണ. അതായത് ലോകത്തുള്ള സൂഫി ആശയക്കാരായ ആളുകൾ അങ്ങനെ പറയുന്നത്, മഖ്ദുറാത്തുൻ ഖാരിഖത്തുൻ ലിൽ ആദത്തി യഖൂമു ബിഹാ ബഅദുൽ ഔലിയായി ബി മിഹ്നത്തിൻ മിനല്ലാഹ്. അള്ളാഹുവിങ്കൽ നിന്നുള്ള ഒരു മഹാസിദ്ധിയായിക്കൊണ്ട് സ്വയം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമായിട്ടാണ് എന്തിനു പറയുന്നത്, ഈ പറയുന്ന സംഭവത്തെ, ഈ അത്തരം അത്ഭുതകരമായ കാര്യത്തെ, ഈ കറാമാത്തുകളെ അവർ കാണുന്നത്. വമിനൽ കറാമാത്തില്ലത്തി ഖദ് യഖൂമു ബിഹാൽ ഔലിയാഉ ഇസ്തിക്ശാഫ അൽ മുസ്തഖ്ബിൽ. ഭാവി കാര്യങ്ങൾ പറയാൻ ഒരുപക്ഷെ അവർക്ക് കഴിയും. വതഫ്സീറു അസ്റാറിൽ കൽബി. മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള രഹസ്യങ്ങളെ പറയാൻ പറ്റും, അതിന്റെ രഹസ്യങ്ങൾ പറഞ്ഞുതരാൻ പറ്റും. വൽ മശിയു അലൽ മായി. വെള്ളത്തിന്റെ മേലെ നടക്കാൻ പറ്റും. വതഹീലി തുറാബ് ഇലാ ഖുബ്സ്. മണ്ണെടുത്തിട്ട് അത് റൊട്ടിയാക്കി മാറ്റാൻ പറ്റും. ഇങ്ങനൊക്കെ ചെയ്യാൻ പറ്റുന്ന, സ്വയം നിലക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കഴിവാണ് എന്ന് തെറ്റിദ്ധരിച്ചു. ആര്? ഇത് അഹ്ലുസുന്നത്തിന്റെ വിശ്വാസമല്ല, സൂഫികളുടെ വിശ്വാസമാണ്. അങ്ങനെ വിശ്വസിക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? മനുഷ്യന്റെ വ്യതിയാനം സംഭവിക്കുന്നത്. അല്ല മറ്റേ നിലക്കാണ് നമ്മൾ വിശ്വസിക്കുന്നതെങ്കിലോ, അല്ലാഹു തആല ആരിലൂടെയും അവന്റെ ഔലിയാക്കന്മാരിലൂടെ ഏറ്റവും നല്ല വിശ്വാസികളുടെ അവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള അത്ഭുതകരമായ കാര്യങ്ങൾ ഉണ്ടാക്കാം, അസാധാരണമായ നിലക്ക് ഉണ്ടാക്കാം. അങ്ങനെ വിശ്വസിച്ചാൽ നമ്മൾ വിലായത്തിലും അതുപോലെ തന്നെ കറാമത്തിലും വിശ്വസിക്കുന്നവരായി. എന്നാൽ ഈ തരത്തിൽ വിശ്വസിച്ചാലോ, അവരുടെ കഴിവാണെന്ന് വിശ്വസിച്ചാലോ, അത് നമ്മളെ വിശ്വാസ വ്യതിയാനത്തിലേക്ക് ചെന്നെത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ള ഒറ്റ വാചകം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. അദ്ദേഹം പറഞ്ഞു, ലൈസുവിന്റെ സാഹിത്യത്തിൽ ഉദ്ധരിക്കുന്നതാണ്. അനി ഷാഫി ഇമാം ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇദാ റഅയ്തുമുർ റജല യതീറു ഫിൽ ഹവാ. ഒരു മനുഷ്യൻ ആകാശത്തിലൂടെ പറക്കുന്നത് നിങ്ങൾ കണ്ടാൽ, വയംശി അലൽ മാ, വെള്ളത്തിന്റെ മേലെങ്ങനെ നടന്നു പോകുന്നത് കണ്ടാൽ, ഫലാ തഗ്തറു ബിഹി, ആ അത്ഭുതം കണ്ടിട്ട് നിങ്ങൾ വഞ്ചനയിൽ അകപ്പെട്ടു പോകണ്ട. ഹത്താ തഅരിദു അംറഹു, അങ്ങനെ നടക്കുന്ന അത്ഭുതം കാണിക്കുന്ന ആളുടെ അവസ്ഥയെ നിങ്ങൾ കാണിക്കണം, വെളിപ്പെടണം. എവിടെ? അലൽ കിതാബി വസ്സുന്ന. അയാൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹുവിന്റെ ഖുർആനിലൂടെയും സുന്നത്തിലൂടെയും സ്ഥിരപ്പെട്ട കാര്യങ്ങൾ തന്നെയാണോ എന്ന് നിങ്ങൾ നോക്കണം. നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റൂ? അയാൾ വലിയാണോ അല്ലെങ്കിൽ തീരുമാനിക്കാൻ പറ്റൂ. ഒരാൾ നിസ്കരിക്കുന്നില്ല, നോമ്പ് നിൽക്കുന്നില്ല, ഇസ്ലാമിന്റെ ചിട്ട ഒന്നും പാലിക്കുന്നില്ല, ഹലാലും ഹറാം അവർക്കില്ല, കള്ളും കുടിച്ച് നടക്കുന്നു, ബീഡിയും വലിച്ച് നടക്കുന്നു, ഇങ്ങനെയുള്ള ഒരാൾ ഒരു അത്ഭുതം കാണിച്ചു പോകും വലിയാണെന്ന് പറയണമെങ്കിൽ അത് മഹാ അബദ്ധാണ്. അങ്ങനെ നമുക്ക് വിശ്വസിക്കാനേ പാടില്ല. വിശ്വസിക്കേണ്ട ആരാണ്? ശരിയായ ഈമാനും ഇഖ്ലാസും ഉള്ളവരായ ആളുകളിൽ മാത്രമേ അത്തരം കാര്യങ്ങൾ വിലായത്തായും കറാമത്തായും ഉണ്ടാവുകയുള്ളൂ എന്ന് അഹ്ലുസുന്നത്തിന്റെ നിലപാടാണ്. അതാണ് ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത്. അത്തരം ആളുകൾ അത്ഭുതം കണ്ടാൽ നിങ്ങൾ ബേജാറാകണ്ട, അതിൽ നിങ്ങൾ അകപ്പെട്ടു പോകണ്ട. ഏതുപോലെ ദജ്ജാലിന്റെ ഫിത്നയിൽ അകപ്പെടുന്നത് പോലെയാണ് കുറെ ദജ്ജാലിയങ്ങൾ വരാനുണ്ട്, അതിലൊന്നും പെട്ടുപോകണ്ട എന്നാണ് മുൻഗാമികളായ ആളുകൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തിനാ ഇതൊക്കെ പറഞ്ഞെന്ന് വെച്ചാൽ, ഒരാളുടെ വിശ്വാസം വികലമായി പോകാൻ കാരണമായി തീരുന്ന വിഷയങ്ങളുടെ കൂട്ടത്തിലാണ്
ഇത് നമ്മൾ കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ വിശ്വാസം സംരക്ഷിക്കലാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും ഒന്നാമത്തെ ബാധ്യത. വിശ്വാസം നഷ്ടപ്പെട്ടു പോയാൽ എന്തിന്റെ പേരിലായിരുന്നാലും അന്തിമമായി നരകം വാങ്ങേണ്ടി വരിക എന്നല്ല. വേറെ ഒന്നിനും ആ പ്രശ്നമല്ല. വേറെ ഏത് തെറ്റ് ചെയ്താലും ഒരാൾക്ക് തൗബ ചെയ്ത് രക്ഷപ്പെട്ടു പോകാം. വിശ്വാസത്തിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഒരാൾ പുറത്തുപോയി കഴിഞ്ഞാൽ, തൗബ ഇല്ലാതെ പോയാൽ നരകം ഉറപ്പാണ്. അത്രയും ഗൗരവപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഇത്തരം ഫിത്നയിലൊന്നും അകപ്പെടാതെ നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശവും